ത്തിൽ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ അവകാശവാദം. നേതാക്കളെ മുന്നണി മാറ്റി വോട്ടുമറിക്കാം എന്ന തന്ത്രം പരാജയപ്പെടും. MLA വിരുദ്ധ വികാരവും പാലക്കാട്ട് ശക്തമാണെന്ന് സരിൻ ന്യൂസ് 18നോട് പറഞ്ഞു. രാവിലെ കോട്ടമൈതാനത്ത് പി സരിൻ ഓട്ടത്തിലാണ്. സരിൻ എല്ലാം ജനങ്ങളോട് പറഞ്ഞോ? എല്ലാം പറഞ്ഞല്ലോ. എല്ലാ ജനങ്ങളോടും പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ ശരിയാണ്. വ്യക്തിപരമായിട്ട് ഓടിയെത്താൻ പറ്റാതെ പോയ 19,000-ഓളം ആളുകളെങ്കിലും ഉണ്ടാവും. ബാക്കിയുള്ളവരിലേക്കൊക്കെ നേരിട്ട് തന്നെ എത്തിക്കഴിഞ്ഞു എന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ജനങ്ങളെയും നേരിട്ട് കാണാൻ ഇന്നലെയൊക്കെ 10:15 വിളിച്ചുണർത്തി വോട്ട് ചോദിച്ച ഒരു അനുഭവം ഉണ്ടായി. കാരണം ആ കോളനിയിലുള്ള പ്രദേശത്തിലുള്ള എല്ലാവർക്കും വരണം എന്നുള്ളത് വലിയൊരു ആവേശമായിരുന്നു. അപ്പോൾ വൈകിയാലും വന്നാൽ മതി ഡോക്ടർ എന്നാ പറഞ്ഞു. ബട്ട് ഫുട്ബോൾ ഇന്നലെ അരങ്ങേറി. അപ്പൊ വ്യത്യസ്തങ്ങളായ പ്രചരണ രീതികളായിരുന്നു. നൈറ്റ് മാർച്ച് എന്ന് പറഞ്ഞ് നൈറ്റ് ലൈഫിനെ ആഘോഷമാക്കി. അതായത് ഇടതുപക്ഷ വോട്ട് പ്ലസ് സരിൻ കൊണ്ടുവരുന്ന വോട്ട്, ഇതാണ് ഞാനായിട്ട് കൊണ്ടുവരുന്ന വോട്ട് എന്നൊന്നും അതിനൊരു വ്യാഖ്യാനവും ആരും ചമയ്ക്കേണ്ട. എല്ലാ വോട്ടും ഇടതുപക്ഷത്തിന്റെ നേരിനുള്ള ശരിയുടെ ഒപ്പമുള്ള വോട്ടുകളാണ്. അതിന്റെ കണക്കും കൂടി അങ്ങോട്ട് പറഞ്ഞേക്കാം, അതുകൂടി കേട്ടോളൂ. കഴിഞ്ഞ തവണ 35,000-ന് മുകളിൽ കിട്ടിയ വോട്ടുകളെ ഇരട്ടിപ്പിക്കും എന്ന് വെച്ചാൽ ഓരോ ജനവും വന്നാണല്ലോ വോട്ട് ചെയ്യുന്നത്. അവർക്ക് കഴിഞ്ഞ തവണ ചെയ്ത വോട്ട് ആർക്ക് എന്നറിയാം. പുതുതായി വന്നവര് ആദ്യമായി വോട്ട് ചെയ്യുന്നതുമാണ്. അവരത് ചെയ്ത് അത് 70,000-ൽ കുറയാത്ത വോട്ടുകളിലേക്ക് LDF ഇവിടെ വോട്ട് എണ്ണുന്ന ദിവസം എത്തും എന്നുള്ള ആത്മവിശ്വാസമാണ്. ഭരണവിരുദ്ധ വികാരം ഒന്നുമില്ല. അതിങ്ങനെ പറഞ്ഞതുകൊണ്ടുണ്ടാവില്ലല്ലോ. ജനങ്ങൾക്കുള്ള MLA വിരുദ്ധ വികാരം ഇവിടെയുണ്ട്. അതെന്താ പരാമർശിക്കാത്തത്? അതെന്തുകൊണ്ടാണ് പരാമർശിക്കപ്പെടാത്തത്? അപ്പൊ MLA വിരുദ്ധ വികാരം എന്ന് പറയുന്നതും ജനങ്ങളെ വില കുറച്ച് കാണുന്ന, രാഷ്ട്രീയമായി പാലക്കാടൻ വോട്ടർമാരെ വില കുറച്ച് കാണുന്ന വികാരം, അത് രാജിവെച്ചപ്പോൾ മുതൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ചില നാടകങ്ങളും നീക്കങ്ങളും വരെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ജനം വോട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്ന സന്ദീപ് വോട്ട് കൊണ്ടുപോകും. എനിക്കതിനെ പറ്റി അറിയില്ല. ഞാനൊരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല പറയുന്നത്. വ്യക്തിപരമാകരുത് എന്ന് എനിക്ക് വലിയ നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാടൻ ജനതയെ അതിലൂടെ വില കുറച്ച് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് വോട്ട് ഞങ്ങൾ മറിക്കുക എന്നാണ് പറഞ്ഞത്. വോട്ട് മറിയുകയല്ല, അറിഞ്ഞ് ചെയ്യുകയാണ് എന്ന് UDFന് ബോധ്യം വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിത്തവണ കോൺഗ്രസിൽ നിന്ന് വോട്ട് കിട്ടുമോ? സകല പാലക്കാടുകാരും വോട്ട് ചെയ്യും. ഭൂരിപക്ഷം എത്ര പറയും? 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷം. എന്റെ കണക്കൊക്കെ വളരെ കൃത്യമാണ്. രണ്ടാമതെത്തുന്ന പാർട്ടിക്ക് 50,000 വോട്ട് തികയ്ക്കാൻ സാധ്യതയില്ല. 20,000 കുറയാത്ത ഭൂരിപക്ഷത്തിന് ഇവിടെ LDF ജയിക്കും എന്നുള്ളതാണ് ആ ഭൂരിപക്ഷത്തിന്റെ കണക്ക് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം. 24 വരെ കാത്തിരുന്നാൽ അത് കൃത്യമായി കിട്ടും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് സരിൻ. രാവിലെ കോട്ടമൈതാനത്ത് ഓട്ടമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോവാണ്. ഓട്ടത്തിനിടയിലാണ് നമ്മൾ സരിനെ പിടിക്കുകയും ചെയ്തത്. എന്തായാലും വലിയ ആവേശത്തിൽ, സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലും പറയാത്തത്ര ആത്മവിശ്വാസമാണ് ഇടത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പി സരിൻ പറയുന്നത്. 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷമാണ് സരിന്റെ കണക്ക്. എന്തായാലും 23 വരെ കാത്തിരിക്കണമെന്നുകൂടി സരിൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രജിത് കൊങ്ങാടിനൊപ്പം